ദേവകി ദേവി പറയുന്നു ഭഗവാനോട്, ഈ രൂപം വേണ്ട, ഈ ശംഖചക്ര ഗതാപത്മധാരിയുടെ രൂപം ഉണ്ടല്ലോ, ആനന്ദ സാഗരത്തെ ഇങ്ങനെ ആറാടിക്കൊണ്ട് കൗസല്യാദേവി തൻ്റെ മകൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് ബോധ്യപ്പെടുകയാണ് കൗസല്യക്ക്. കൗസല്യ സ്തുതിക്കുകയാണ്, നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ. അങ്ങയുടെ ജഠരത്തിലാണ് മൊത്തം ബ്രഹ്മാണ്ടം മുഴുവൻ. അങ്ങനെയുള്ള അങ്ങ് എന്റെ ഈ ജഠരത്തിൽ ഭാഗ്യം എനിക്ക് കിട്ടിയല്ലേ. ഭാര്യ, പുത്രന്മാര്, അല്ലെങ്കിൽ കുടുംബം, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദുഃഖമാണ്, ഇതെല്ലാം ബന്ധനമാണ്. അതെ, ലൗകിക ദുഃഖങ്ങളാണ്. സത്വഗുണം എന്ന് പറയുന്നത് മഹാവിഷ്ണു, രജോ ഗുണം ബ്രഹ്മാവ്, തമോ ഗുണം ശിവൻ. ബ്രഹ്മാവും മഹാദേവനുമാണ് ഈ അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഒക്കെ വരം കൊടുക്കും. ആ രാവണൻ കാരണം 3 ലോകവും നശിച്ച മട്ടില്ല. ലോകനായക മനുഷ്യനിൽ നിന്ന് മാത്രമേ അവന് മരണമുള്ളൂ. അത് ഞാൻ കൊടുത്ത വരമാണ്. കാവ്യം സുഗേയം കഥരാഘവീയം കർത്താവു തുഞ്ചത്തുളവായ ദിവ്യൻ ചൊല്ലുന്നതോ ഭക്തിമയസ്വരത്തിൽ ആനന്ദ ലബ്ധിക്കിനിയെന്തു വേണം. നമസ്കാരം സാർ. നമസ്തേ. നമ്മൾ ഹനുമത് തത്വോപദേശം വരെയുള്ള രാമകഥയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നത്. അതെ. അപ്പോൾ ഹനുമത് തത്വോപദേശം കഴിഞ്ഞിട്ട് ശിവൻ മഹാദേവിയോട് ഈ ശ്രീരാമ കഥ പറയുന്ന ഒരു രംഗമുണ്ടല്ലോ, അതങ്ങേക്ക് ഒന്ന് വർണ്ണിച്ചു തരാം. നമ്മൾ ആ തത്വോപദേശം കഴിഞ്ഞതിന് ശേഷം പിന്നീട് പരമേശ്വരൻ പാർവതി ദേവിക്ക് ഉപദേശിച്ചു കൊടുത്തതായിട്ടുള്ള ഈ ഒരു തത്വം, അല്ലെങ്കിൽ ഈ ഒരു പരമരഹസ്യം അത്യന്തം പവിത്രമാണ്, അത് രഹസ്യമാണ് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം അതുപോലെ തന്നെ രാമചന്ദ്രൻ വായുപുത്രനായിട്ടുള്ള ഹനുമാൻ ഉപദേശിച്ച ഇപ്പം നമ്മൾ പറഞ്ഞു വെച്ച ആ ഹനുമത് തത്വം, അല്ലെങ്കിൽ ആ ഒരു രാമതത്വ ഉപദേശം, ആ രാമതത്വ ഉപദേശവും അത്യന്തം പാപഹരമാണ്, മോക്ഷപ്രദമാണ് എന്ന് അതിൻ്റെ ആ മഹത്വം പറഞ്ഞതിന് ശേഷമാണ് പിന്നീട് കഥയിലേക്ക് കടക്കുന്നത്. മഹാദേവൻ ഉമാമഹേശ്വര സംവാദ രൂപത്തിൽ ആ കഥ പറയുക. അപ്പോൾ കഥ പറയുമ്പോൾ ആദ്യം പറയുന്നത് രാമനായിട്ട് നേരത്തെ ചോദിച്ചല്ലോ, എന്തുകൊണ്ട് രാമൻ അവതരിച്ചു, ആ രാമാവതാരത്തിൻ്റെ കാരണം എന്താണ്. ആ ശരിക്കും പറഞ്ഞാൽ ആ രാമാവതാരത്തിൻ്റെ കാരണമാണ് ആദ്യം പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് രാമൻ അവതരിക്കേണ്ടി വന്നത്, എപ്പോഴാണ്, അതാണ് ആദ്യം തന്നെ പറയുന്നത്. അപ്പോൾ രാവണാദികളായിരിക്കുന്ന രാക്ഷസന്മാരുടെ ഭാരം സഹിക്കാൻ പറ്റാതെ ഭൂമിദേവി വളരെ പ്രയാസപ്പെട്ടു. പശുവിൻ്റെ രൂപം ധരിച്ച് ദേവന്മാരെയും മഹർഷീശ്വരന്മാരെയും എല്ലാവരെയും കൂട്ടിക്കൊണ്ട് സത്യലോകത്തിൽ ചെന്നു ബ്രഹ്മാവിൻ്റെ അടുത്ത്. അപ്പോൾ ബ്രഹ്മാവിനോട് സങ്കടമൊക്കെ ബോധ്യപ്പെടുത്തി, ഇങ്ങനെയാണ്, പ്രയാസമാണ്, എനിക്ക് ഭാരം സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഭാരം തീർത്തു തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവ് പറഞ്ഞു, നമുക്ക് വിഷ്ണു ലോകത്തിലേക്ക് ചെല്ലാം, വൈകുണ്ഠത്തിൽ ചെല്ലാം. ആ വൈകുണ്ഠത്തിൽ ചെന്ന് മഹാവിഷ്ണുവിനോട് സങ്കടം ഉണർത്തിക്കുക മാത്രമേ പോം വഴിയുള്ളൂ, അതുകൊണ്ട് എല്ലാവരും വരൂ എന്ന് പറഞ്ഞ് ഈ ദേവാദി എല്ലാവരെയും കൂട്ടിയിട്ട് നേരെ ചെന്നു പാൽക്കടൽ തീരെ. ഈ ഭാഗവതത്തില് കൃഷ്ണാവതാര സമയത്തും ഇത് തന്നെയാണ്, ഇതേപോലെ തന്നെ. അപ്പോൾ ഇവിടെ രാമാവതാര സമയത്തും അത് തന്നെ. എല്ലാവരും ചെന്ന് പാൽക്കടൽ തീരത്തെത്തി പുരുഷ സൂക്തം ജപിച്ച് ചൊല്ലി ആ പരമപുരുഷനായിരിക്കുന്ന ഭഗവാനെ സ്തുതിച്ചു, മഹാവിഷ്ണുവിനെ സ്തുതിച്ചു. പുരുഷ സൂക്തം മഹാവിഷ്ണുവിനെ സ്തുതിക്കാൻ വേണ്ടി ഉള്ളതാണ്, വേദസൂക്തമാണ്. സഹസ്രശീർഷാ പുരുഷ സഹസ്രാക്ഷസഹസ്രപാത് സഭൂമിം വിശ്വതോ വൃത്വാ അത്യതിഷ്ഠദശാങ്കുലം എന്ന് തുടങ്ങുന്ന പുരുഷ സൂക്തം, അത് മഹാവിഷ്ണുവിൻ്റെ സ്തുതിക്കുന്നതാണ്. അപ്പോൾ പുരുഷ സൂക്തം ജപിച്ച് ബ്രഹ്മദേവൻ സ്തുതിച്ചു. അതിനുശേഷം ശ്രീഹരിയെ ബ്രഹ്മാവിനെ കാണാൻ സാധിച്ചു. എല്ലാവരും വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ആ ഭഗവത് ദർശനം ചെയ്തു. പിന്നീട് ബ്രഹ്മാവ് മഹാവിഷ്ണുവിനെ സ്തുതിക്കുന്നുണ്ട്. അവിടെ ആ ഭാഗത്ത് ആ ഒരു സ്തുതി നമുക്ക് കാണാൻ സാധിക്കും. സ്തുതിച്ചു.
ആ സ്തുതിയൊക്കെ കേട്ടു. പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയം, മോക്ഷഗാമികളായ സിദ്ധയോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ കാൺമതിനരുതാതൊരുപാദംബുജം നിത്യവും നമോസ്തുതേ സകല ജഗത്പതേ നിത്യനിർമ്മലമൂർത്തേ നിത്യവും നമോസ്തുതേ എന്നിങ്ങനെ തുടങ്ങുന്ന ബ്രഹ്മാവിൻ്റെ സ്തുതി ഉണ്ടാവും. ആ സ്തുതികളെല്ലാം എല്ലാം കേട്ടു പ്രസന്നനായി. അപ്പോൾ തന്നെ മഹാവിഷ്ണു ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എല്ലാവരും കൂടി എന്തേ ധൃതി പിടിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ കാരണം? പ്രത്യേകിച്ച് വല്ല കാര്യങ്ങളും ഞാൻ ചെയ്തു തരാനുണ്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ബ്രഹ്മാവാണ് പിന്നെ ദേവന്മാരുടെ ലീഡർ. അപ്പോൾ ബ്രഹ്മാവാണ് വിഷയം അവതരിപ്പിക്കുന്നത്. അങ്ങനെയാണ്, അതാണ് അതിൻ്റെ പ്രോട്ടോകോൾ. അങ്ങനെയാണ്. അപ്പോൾ ബ്രഹ്മാവ് വിഷയം പറഞ്ഞു. അങ്ങേക്ക് അറിയാത്തതായിട്ടൊന്നുമില്ല, ഞങ്ങൾ പറഞ്ഞിട്ട് അറിയിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷേ എല്ലാം അറിയുന്ന ആളാണ്. പക്ഷെ എന്നാലും ചോദിച്ചതുകൊണ്ട് പറയാണ്, 3 ലോകത്തിലും ഇപ്പോൾ ദുഃഖമാണ്. അതിന് കാരണം എന്ന് പറയുന്നത് പൗലസ്ത്യ പുത്രനായിട്ടുള്ള രാവണൻ. ആ രാവണൻ കാരണം 3 ലോകവും നശിച്ച മട്ടില്ല. ഞാൻ തന്നെയാണ് വരം നൽകിയത്. രാവണന് വരം നൽകിയിരിക്കുന്നത് ബ്രഹ്മദേവനാണ്. ബ്രഹ്മദേവൻ തന്നെയാണ് കൊടുത്തത്. ബ്രഹ്മാവും മഹാദേവനുമാണ് ഈ അസുരന്മാർക്കും രാക്ഷസന്മാർക്കും ഒക്കെ വരം കൊടുത്തു. മഹാവിഷ്ണു അങ്ങനത്തെ അബദ്ധമൊന്നും ചെയ്യാറില്ല, കൊടുത്തിട്ടില്ല. ഇല്ല, പരമസാത്വികമായിട്ടുള്ള ആ സാത്വിക ഭാവത്തോട് കൂടിയിട്ടുള്ളവർക്ക് മാത്രമേ മഹാവിഷ്ണുവിന് അനുഗ്രഹം കിട്ടുള്ളൂ. അതാണ് വ്യത്യാസം. അപ്പോൾ സത്വഗുണം എന്ന് പറയുന്നത് മഹാവിഷ്ണു, രജോ ഗുണം ബ്രഹ്മാവ്, തമോ ഗുണം ശിവൻ. അങ്ങനെയാണ് അതിൻ്റെ രീതി. അങ്ങനെയാണ്. പിന്നെ ഞാൻ തന്നെയാണ് വരം കൊടുത്തത്. എൻ്റെ വരം കിട്ടിയതിലുള്ള അഹങ്കാരത്തോടു കൂടിയിട്ടാണ് അവൻ ഇപ്പോൾ സകലയും നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വർഗത്തിലും ആധിപത്യം സ്ഥാപിച്ചു. ഇന്ദ്രനെയൊക്കെ പിടിച്ച് അവിടുന്ന് ബന്ധിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇന്ദ്രനെ ബന്ധിച്ച് സ്വർഗത്തിലെയൊക്കെ ആധിപത്യം സ്ഥാപിച്ചു. യാഗാദി കർമ്മങ്ങളെ മുഴുവൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു നിവൃത്തിയില്ല അവൻ്റെ ഉപദ്രവം. അതുകൊണ്ട് മഹർഷിമാരെയൊക്കെ പിടിച്ചു തിന്നുക. മഹർഷിമാരൊക്കെ ഇപ്പം അവൻ്റെ ഭക്ഷണമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് നിർവാഹമില്ല. അതുകൊണ്ട് ലോകനായക, മനുഷ്യനിൽ നിന്ന് മാത്രമേ അവന് മരണമുള്ളൂ. അത് ഞാൻ കൊടുത്ത വരമാണ്. അതുകൊണ്ട് അങ്ങ് തന്നെ മനുഷ്യനായിട്ട് ജനിച്ച് രാവണനെ നിഗ്രഹിക്കണം. ഒരു കൺഫെഷനും ഒരു അപേക്ഷയും കൂടെ. അതെ, വേറെ നിവൃത്തിയില്ല. അതുകൊണ്ട് വീണ്ടും നമസ്കരിച്ചു. അപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ശരി, പണ്ട് കശ്യപ പ്രജാപതി പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ട് മനഃശുദ്ധിയോടുകൂടി എന്നെ ഭജിച്ചതാണ്. അന്ന് ഞാൻ കശ്യപന് ഒരനുഗ്രഹം, ഒരു വരം അന്ന് നൽകിയിട്ടുണ്ട്. ആ വാക്ക് പാലിക്കാൻ ഇപ്പം എനിക്കൊരു അവസരം വന്നിരിക്കുകയാണ്. അതേ കശ്യപൻ പ്രജാപതി അയോധ്യയിലെ ദശരഥനായിട്ട് ജനിച്ചിട്ടുണ്ട്. പത്നി അതിഥി കൗസല്യായിട്ടും ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ പുത്രനായിട്ട് ഞാൻ ജനിക്കും, രാമനായിട്ട് ഞാൻ ജനിക്കും. എൻ്റെ സഹോദരന്മാരായിട്ട് 3 പേരുണ്ടാവും. എൻ്റെ ശക്തിയായിട്ടുള്ള മായാദേവി ജനകന്റെ ഗൃഹത്തിൽ ശക്തി ശക്തി സ്വരൂപിണിയായിട്ട് മായ രൂപിയായിട്ട് ജനകന്റെ ഗൃഹത്തിൽ അയോനിജയായിട്ട് ജനിക്കും. രാവണന്റെ വംശം നശിപ്പിക്കാനായിട്ട് ഞാൻ അവതരിക്കാൻ പോവുകയാണ്. ദേവന്മാരെല്ലാവരും വാനരന്മാരായിട്ട് അവതരിച്ചോളൂ. ഭൂമിദേവിക്കുണ്ടായ താങ്ങാനാവാത്ത ഭാരത്തെ ഞാൻ തിരുത്തോളാം. ഇപ്പം ഈ ലക്ഷ്മണനും ഭരതനും ശത്രുഘ്നനും ഇങ്ങനെ അവതരിക്കുന്ന അവരുടെ പ്രത്യേകതകളും ഇതിനകത്ത് പറയുന്നുണ്ടോ ഈ ഭാഗത്ത്? ഇവിടെ പറയുന്നില്ല, പക്ഷെ അത് ഉണ്ട്. സാക്ഷാൽ അനന്തനാണ് ലക്ഷ്മണൻ എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. പിന്നീട് വരുവാണ്. അപ്പോൾ ബ്രഹ്മാവിനെ പിന്നെ യാത്രയാക്കി, ബ്രഹ്മാദേവന്മാരെ എല്ലാവരെയും യാത്രയാക്കി പിന്നെ അവർ അനുഗ്രഹിച്ചു. ഭൂമിദേവിയും വളരെ സമാധാനമല്ലോ, സന്തോഷമായല്ലോ. ഭഗവാൻ തന്നെ വരാൻ പോവാണ് ഭൂമിയുടെ ഭാരം തീർക്കാൻ. അപ്പോൾ സമാധാനമായി. അങ്ങനെ ഇന്ദ്രാദി ദേവന്മാരോട് ആ കൽപ്പന അറിയിച്ചു. കൃതാർത്ഥതയോട് കൂടിയിട്ട് സത്യലോകത്തിലേക്ക് ബ്രഹ്മാവ് പോയി. ഭൂമിദേവി പിന്നെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അവിടുന്ന് മടങ്ങി. അതിനുശേഷം പിന്നീട് നമ്മൾ കാണുന്നത് അയോധ്യയിലെ പിന്നെ ദശരഥനും കൗസല്യ, അതുപോലെ തന്നെ സുമിത്ര, കൈകേയി. ഭഗവാൻ നടത്തുന്ന കഥാകഥനത്തിൽ അടുത്ത രംഗം അയോധ്യ. അപ്പോൾ
പിന്നെ വളരെ സദ്ഗുണസമ്പന്നനായിട്ടുള്ള ധർമ്മിഷ്ഠനായിട്ടുള്ള പിന്നെ ദശരഥനെ കുറിച്ചാണ് പറയുന്നത്. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അത്രയും ഗംഭീരമായിട്ടാണ് പറയുന്നത്. കാരുണ്യമൂർത്തിയാണ്. നിങ്ങളെ കാരുണ്യമൂർത്തിയായിട്ടുള്ള ആ മഹാരാജാവ് ദശരഥൻ, കൗസല്യ, കൈകേയി, സുമിത്ര 3 പത്നിമാരോടുകൂടെ അയോധ്യയിൽ എങ്ങനെ കഴിയുന്നു. അപ്പോൾ മന്ത്രിമാരോട് കൂടി പര്യാലോചനയൊക്കെ ചെയ്തിട്ട് വേണ്ട രീതിയിൽ ഭരിക്കുന്നു. പക്ഷെ ഒരൊറ്റ സങ്കടമേ ഉള്ളൂ, സന്തതികൾ, സന്താനഭാഗ്യ, അനപത്യതാ ദുഃഖം. ഏറ്റവും വലിയ ദുഃഖമാണ് ഈ അനപത്യതാ ദുഃഖം എന്ന് പറയുന്നത്, സന്താനമില്ലാത്ത ദുഃഖം. ആ ദുഃഖം അദ്ദേഹത്തെ വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ദിവസം കുലഗുരുവാണല്ലോ വസിഷ്ഠൻ, കുലഗുരുവായിട്ടുള്ള വസിഷ്ഠ മഹർഷിയെ കണ്ട് കാൽക്കിൽ വീണ് നമസ്കരിച്ച് പറഞ്ഞു, പുത്രന്മാരുണ്ടാകാനായിട്ട് എന്താ ഞാൻ ചെയ്യേണ്ടത്? അങ്ങ് ഗുരുനാഥനാണ്, അങ്ങ് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം, ഒരു സത്കർമ്മം എനിക്ക് ഉപദേശിച്ച് തരണം. പുത്രന്മാരില്ലാത്തത് കൊണ്ട് രാജ്യവും ഈ സമ്പത്തും ഇതൊക്കെ എനിക്ക് സുഖത്തെ തരുന്നല്ല, ദുഃഖകരമായി തീർന്നിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ വസിഷ്ഠ മഹർഷി ഉപദേശിച്ചു കൊടുത്തു. 4 പുത്രന്മാരുണ്ട്, ഒന്നല്ല. അതിനുള്ള പിന്നെ ഉപായവും പറഞ്ഞു തരാം. ഋഷ്യശൃംഖനെ വരുത്തുക. വിഭാണ്ഡകന്റെ പുത്രനാണ് ഋഷ്യശൃംഖൻ. അപ്പോൾ ആ ഋഷ്യശൃംഖനെ വരുത്തി പുത്രകാമേഷ്ടി യാഗം ചെയ്യും. പുത്രകാമേഷ്ടി യാഗത്തിന്റെ ആചാര്യൻ ഋഷ്യശൃംഖ മഹർഷിയായിരുന്നു. അതെ അതെ. അപ്പോൾ പിന്നെ അപ്പോൾ തന്നെ വിഭാണ്ഡകന്റെ മകനായിട്ടുള്ള ഋഷ്യശൃംഖനെ വരുത്തി സരയൂ നദിയുടെ തീരത്ത് യാഗശാല അപ്പം തന്നെ ഇങ്ങോട്ട് ഒരുക്കി അതിഗംഭീരമായിട്ട് ആ യാഗദീക്ഷയൊക്കെ സ്വീകരിച്ച് അശ്വമേധം ചെയ്തു. അശ്വമേധ പര്യവസാനത്തിലാണ് ഈ പുത്രകാമ ഇഷ്ടി എന്ന് പറയുന്നത്. ഇഷ്ടി എന്ന് പറഞ്ഞാൽ തന്നെ യാഗമാണ്. പുത്രകാമേഷ്ടി യാഗം എന്ന് പറയേണ്ട കാര്യമില്ല. പുത്രകാമ ഇഷ്ടി, ഇഷ്ടി എന്ന് പറഞ്ഞാൽ യാഗം. അപ്പോൾ സന്താന ഭാഗ്യം ആഗ്രഹിച്ചുകൊണ്ട് അത് നടത്തി. ഋഷ്യശൃംഖൻ നടത്തിയ ആ ഒരു ഹോമത്തിൽ ദേവന്മാരൊക്കെ സംപ്രീതരായി. ഹോമകുണ്ടത്തിൽ നിന്ന് അഗ്നിദേവൻ ഉയർന്നു വന്നു എന്നാണ്. അഗ്നിദേവൻ ഉയർന്നു വന്നു ഒരു പാത്രത്തിലെ പിന്നെ യജ്ഞപ്രസാദമായിട്ട് ഒരു ദിവ്യ പായസം. അപ്പോൾ ആ ദിവ്യ പായസം സ്വർണ്ണപാത്രത്തിൽ ആ ദിവ്യ പായസം ഉണ്ട്. അപ്പോൾ തന്നെ ദേവന്മാര് പിന്നെ എല്ലാവരും കൂടി നൽകിയ പായസം നിനക്ക് പുത്രനുണ്ടാകാൻ വേണ്ടിയിട്ടുള്ളതാണ്, സ്വീകരിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അഗ്നിദേവൻ ആ പായസം രാജാവിന് നൽകി അന്തർധാനം ചെയ്തു. ഋഷ്യശൃംഖൻ്റെ നിർദ്ദേശപ്രകാരം അപ്പോൾ തന്നെ പായസം സ്വീകരിച്ചു. താപസന്മാർക്ക് ദക്ഷിണയൊക്കെ നൽകിയിട്ട് അവരെയൊക്കെ യാത്രയാക്കി. അതിനുശേഷം ആ പായസത്തിൻ്റെ പകുതി കൗസല്യക്ക് കൊടുത്തു. മുൻപിൽ ആദ്യം കൗസല്യ വന്നത്, കൗസല്യക്ക് പകുതി കൊടുത്തു. ബാക്കി പകുതി അപ്പോൾ കൈകേയിക്കും കൊടുത്തു. അപ്പോൾ ഒരാളുണ്ട്. അപ്പോഴാണ് ആര് വരുന്നത്? സുമിത്ര വരുന്നത്. സുമിത്ര വന്നപ്പോൾ എന്ത് ചെയ്തു അറിയോ? സുമിത്ര വന്നപ്പോൾ കൗസല്യ തനിക്ക് കിട്ടിയ പകുതി പായസം ഉണ്ടല്ലോ, അതിന്റെ പകുതി സുമിത്ര. കൗസല്യ തനിക്ക് കിട്ടിയ പിന്നെ പായസത്തിന്റെ പകുതി കൊടുക്കുന്ന കണ്ടപ്പോ കൈകേയി എന്ത് ചെയ്തു? തനിക്ക് കിട്ടിയ പായസത്തിന്റെ പകുതി സുമിത്രക്ക് കൊടുത്തു. അപ്പൊ 2 ഭാഗം സുമിത്ര. അതെ അതെ അതെ. അപ്പോ ഇത് കണ്ടപ്പോ വളരെ സന്തോഷമായി, ദശരഥ മഹാരാജാവിനും സന്തോഷമായി. അങ്ങനെ എല്ലാവർക്കും സന്തോഷമായി. വളരെ സന്തോഷത്തോടൊരു 3 പേരും ഗർഭവതികളായി. ആ ഗർഭവതികളായത് മുതൽക്ക് തന്നെ പിന്നെ കർമ്മങ്ങളൊക്കെ തുടങ്ങി. അതല്ലേ, പിന്നെ സത്സന്താനങ്ങൾ ഉണ്ടാകാനുള്ള ഈ പിന്നെ പ്രത്യേകിച്ച് ഉള്ള ചില പൂജാവിശേഷങ്ങളും ദാനധർമാദികളും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തുടങ്ങി. ഗർഭരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ചില പ്രത്യേക പൂജകൾ, ഹോമങ്ങൾ, പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. പിന്നെ അപ്പോൾ ആ ഗർഭലക്ഷണങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ സന്തോഷമായി. അത് കഴിഞ്ഞ് നല്ല അപ്പോൾ ആ രാജ്ഞിമാരുടെ തേജസ് വർദ്ധിച്ച് കണ്ടപ്പോൾ തന്നെ പിന്നെ എല്ലാവർക്കും സമാധാനമായി, സന്തോഷമായി. പിന്നെ പുംസവനം അങ്ങനെയുണ്ടല്ലോ, സീമന്തം. അതെ. അപ്പോൾ സീമന്തം, പുംസവനവും അങ്ങനെ ചടങ്ങുകളൊക്കെ വേണ്ട പോലെ നടത്തി. ഗർഭകാലം പൂർണ്ണമായി. അങ്ങനെ ഗർഭകാലം പൂർണ്ണമായി. 4 കുമാരന്മാര് പിറന്നു. കർക്കടക ലഗ്നം, അതാണല്ലോ നമ്മൾ പറയാറുള്ളത്, കർക്കടക ലഗ്നം. ആ കർക്കടക ലഗ്നത്തിലെ ചന്ദ്രനോട് കൂടിയിട്ട് ഗുരുവും, മേടത്തിൽ ആദിത്യൻ, തുലാത്തിൽ ശനിയും, അതുപോലെ തന്നെ മീനത്തിൽ ശുക്രനും, അതും ഉച്ചസ്ഥാനത്ത്. അങ്ങനെ ഉച്ചസ്ഥാനത്ത് നിൽക്കുമ്പോഴാണ് നവമി തിഥിയാണ്.
പുണർതം നക്ഷത്രം. അങ്ങനെ അതാണല്ലോ രാമനവമി. രാമനവമി എന്ന് പറഞ്ഞാൽ രാമൻ നവമി തിഥിയിലാണ് ജനിച്ചത്, അതുകൊണ്ടാണ്. അങ്ങനെ നവമി തിഥിയില് പുണർതം നക്ഷത്രം ചേർന്ന ആ ശുഭവേളയില് മഹാവിഷ്ണു അയോധ്യയില് കൗസല്യയുടെ പുത്രനായിട്ട് അങ്ങനെ അവതരിച്ചു. കൈകേയി പൂയം നക്ഷത്രത്തിലൊരു പുത്രനെ പ്രസവിച്ചു. അടുത്ത നാളില് സുമിത്രാദേവി 2 പുത്രന്മാർക്ക് ജന്മം. കാരണം സുമിത്രയ്ക്ക് 2 ഇതാണല്ലോ, ഭാഗമാണല്ലോ കിട്ടിയത്. അതെ, 2 പുത്രന്മാര് ഉണ്ടായി. അങ്ങനെ സാക്ഷാൽ ശ്രീമൻ നാരായണൻ കൗസല്യയുടെ മുൻപിൽ ആ പൂർണ്ണമായിട്ടുള്ള ആ ഒരു മഹാവിഷ്ണുവിന്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ടാണ് അവതരിക്കുന്നത്. അങ്ങനെയാണ്. അങ്ങനെ മഹാവിഷ്ണുവിന്റെ ലക്ഷണങ്ങളോട് കൂടിയിട്ട് അവതരിച്ചു. സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നത് പോലെ സഹസ്രപത്രോദ്ഭവ നാരദ സനകാദി സഹസ്രനേത്രമുഖ യുവതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോരു നിർമ്മല മുകുടവും സുന്ദരചികരവും അളകസുഷമയും കാരുണ്യാമൃത രസസമ്പൂർണ്ണ നയനവും ആരുണ്യാംബരപരിശോഭിത ജഘനവും ശംഖചക്രജ ഗദാശോഭിത ഭുജങ്ങളും ശംഖസന്നിഭ ഗളരാജിത കൗസ്തുഭവും ഭക്തവത്സല്യം ഭക്തന്മാർക്ക് കണ്ടറിവാനായി വ്യക്തമായിരിപ്പോരു പാവന ശ്രീവത്സവും. സാക്ഷാൽ ശ്രീവത്സവം ഉണ്ട്. ആ മഹാവിഷ്ണുവായിട്ടാണ്, സാക്ഷാൽ മഹാവിഷ്ണുവായിട്ടാണ് പിന്നെ മുൻപിൽ ദർശനം കൊടുത്തത്. ഇപ്പൊ നമ്മള് കൃഷ്ണാവതാരത്തിലും അങ്ങനെയാ. കൃഷ്ണാവതാരത്തിലും അവതരിക്കുന്നത് സാക്ഷാൽ ചതുർബാഹുവായിട്ടാണ്. അങ്ങനെയാ. തമദ്ഭുതം ബാലകം ഭുജക്ഷണം ചതുർഭുജം ശംഖഗദാര്യുധായുധം ശ്രീവത്സലക്ഷ്മം ഗളശോഭികൗസ്തുഭം പീതാംബരം സാന്ദ്രപയോധ സൗഭഗം മഹാർഹവൈഡൂര്യകിരീടകുണ്ടലത്വിഷ പരിഷ്വക്ത സഹസ്രകുന്തളം ഉദ്ദാമകാഞ്ജംഗദഗംഗണാധുർ വിരോചമാനം വസുദേവ ഐക്ഷത. ഇന്ന് ഭാഗവതത്തിലെ കൃഷ്ണാവതാരം. അതേപോലെയാണ് ഇവിടെയും കൗസല്യയുടെ മുന്നിൽ സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ രൂപത്തിലാണ് അവതരിക്കുന്നത്. ഇത് ഈ മറ്റവതാരങ്ങളിൽ ഇങ്ങനെ ഒരു അവസ്ഥാവിശേഷം ഇല്ലല്ലോ. ഈ പൂർണ്ണാവതാരങ്ങളായതുകൊണ്ടാണോ ഇതിൽ രണ്ടിലും, അതായത് ശ്രീരാമത്തിലും രീതിയിലാണ്. പിന്നെ ഇപ്പോ നരസിംഹാവതാരത്തിനൊന്നും അങ്ങനെയില്ല. ഇല്ല വരാഹാവർത്ത അതൊന്നുമില്ല. വളരെ ചില അവതാരങ്ങളിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ കാണാൻ സാധിക്കൂ. വാമന അവതാരത്തില് ഭാഗവതത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്. ഈ വാമൻ അവതരിക്കും ചതുർബാഹുവായിട്ട് വന്നിട്ട് പിന്നെ വാമനായിട്ട് മാറി, വടുവായിട്ട് മാറി എന്ന് പറയുന്നത്. അതുപോലെ ഇവിടെ അങ്ങനെയാണ്. കൃഷ്ണാവതാരത്തിന് പിന്നെ അങ്ങനെ തന്നെയാണ്. പരിപൂർണ അവതാരമാണല്ലോ. ഇത് പൂർണ്ണാവതാരമാണ്. അപ്പോ അങ്ങനെ സാക്ഷാൽ ആ ശംഖചക്ര ഗദാപത്മധാരിയായിട്ടുള്ള ആ ഭഗവാന്റെ രൂപം അവിടെ പറയുന്നുണ്ട്. അങ്ങനെ പണ്ട് 3 ലോകങ്ങളെയും 2 ചൂട് കൊണ്ട് അളന്നെടുത്ത ആ സാക്ഷാൽ ആ ഭഗവാന്റെ പാദകമലങ്ങള് അതൊക്കെ കണ്ട് ആനന്ദ സാഗരത്തെ ഇങ്ങനെ ആറാടിക്കൊണ്ട് കൗസല്യാദേവി തൻ്റെ മകൻ സാക്ഷാൽ മഹാവിഷ്ണുവാണ് എന്ന് ബോധ്യപ്പെടുകയാണ് കൗസല്യക്ക്. അപ്പോൾ കൗസല്യ ഗംഭീരമായിട്ട് ഭഗവാനെ സ്തുതിക്കുക, ഭഗവാന്റെ രൂപം കണ്ടിട്ട്. ഇത് പിന്നെ ഭാഗവതത്തിലെ വസുദേവരും അതുപോലെ തന്നെ ദേവകിയും രണ്ടുപേരും സ്തുതിക്കുന്നുണ്ട്. ഈ അവതാര സമയത്ത് അവിടെ വസുദേവരുടെ സ്തുതിയുണ്ട് അല്ലേ? ഉണ്ട്. അതേപോലെയാണ് ഇവിടെ കൗസല്യ ഭഗവാനെ സ്തുതിക്കുകയാണ്. മോക്ഷധനായ ജഗത് സാക്ഷിയാം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ കൗസല്യാദേവി താനും വന്ദിച്ചു തെരുതെരേ സ്തുതിച്ചു തുടങ്ങിനാൾ. കൗസല്യ സ്തുതിക്കുകയാണ്. നമസ്തേ ദേവദേവ ശംഖചക്രാബ്ജധര നമസ്തേ വാസുദേവ മധുസൂദന ഹരേ നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വര ശൗരേ നമസ്തേ ജഗത്പതേ. നിന്തിരുവടി മായാദേവിയെ കൊണ്ട് വിശ്വം സന്തതം സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിക്കുന്നു. അല്ലേ ഭഗവാനെ, നീ തന്നെയാണ്. നീ നിന്റെ തന്നെ ആ മായാശക്തിയെ കൊണ്ടാണ് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നത്. സത്വാദി ഗുണങ്ങളെ ആശ്രയിച്ചിട്ട് ആണ് അങ്ങ് ഇതൊക്കെ ചെയ്യുന്നത് അല്ലെ. സത്വഗുണത്തെ കൊണ്ടാണ് പരിപാലിക്കുന്നത്, രജോ ഗുണത്തെ കൊണ്ടാണ് സൃഷ്ടിക്കുന്നത്, തമോ ഗുണത്തെ കൊണ്ടാണ് സംഹരിക്കുന്നത്. അങ്ങനെയാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. സത്വാദി ഗുണങ്ങളെ കൊണ്ട് ഗുണത്രയം ആശ്രയിച്ചെന്തിനിത്തെന്നുത്തമന്മാർക്ക് പോലും
അറിയാൻ വേലയത്രേ. ഇത് ഉത്തമന്മാർക്ക് പോലും, ജ്ഞാനികൾക്ക് പോലും നിന്റെ ഈ ഒരു ലീല എന്തിനാണ് ഇതൊക്കെ എന്ന് ആർക്കും അറിയില്ല, ആർക്കും അറിയാൻ പ്രയാസമാണ്. അങ്ങ് പരബ്രഹ്മം എന്ന് പറയപ്പെടുന്ന പരമാത്മാവാണ്, അനന്തനാണ്, അവ്യക്തനാണ്. അച്യുതൻ അനന്തൻ അവ്യക്തൻ അവ്യയനേകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാ ദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമഷൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥവേദ്യൻ നാഥൻ നിഷ്ക്രിയൻ നിരാകാരൻ നിർജ്ജരൻ നിഷേവിതൻ നിഷ്കാമൻ നിയമിനാം ഹൃദയൻ നിലയനൻ അദ്വയൻ അജൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വന്മാനസപത്മധൂപൻ മധുവൈരി സത്യജ്ഞാനാത്മാ സമസ്തേശ്വരൻ സനാതനൻ സത്വസഞ്ജയജീവൻ സനകാദിഭിസേവ്യൻ തത്വാർത്ഥബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിന്തിരുവടി നൂനം. കൗസല്യയുടെ സ്തുതിയാണ്. വളരെ മനോഹരമായിട്ട് പറയണം. അങ്ങ് യഥാർത്ഥത്തിൽ സനകാദി മുനീശ്വരന്മാരാൽ സ്തുതിക്കപ്പെടുന്ന സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. സകല ജഗന്മയനായിരിക്കുന്ന അങ്ങയുടെ ജഠരത്തില്, അങ്ങയുടെ ഉദരത്തില് എത്രയോ 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 ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ജഠരത്തിൽ വന്നു കിടക്കാൻ, അല്ലേ, അങ്ങയുടെ ജഠരത്തിലാണ് മൊത്തം ബ്രഹ്മാണ്ടം മുഴുവൻ. അങ്ങനെയുള്ള അങ്ങ് എൻ്റെ ഈ ജഠരത്തിൽ ഭാഗ്യം എനിക്ക് കിട്ടിയല്ലേ. എന്താണ് അതിൻ്റെ കാരണം? എന്താണ് ഭഗവാനെ? എനിക്കിപ്പോൾ അങ്ങയുടെ ഭക്തവാത്സല്യം കാണാൻ സാധിച്ചു. ഭർത്താവ്, പുത്രൻ, ധനസമ്പത്ത്, കുലം, ഇങ്ങനെയുള്ള ലൗകിക യഥാർത്ഥത്തില് ഈ ഭാര്യ, പുത്രന്മാര്, അല്ലെങ്കിൽ കുടുംബം, ബന്ധുക്കൾ എന്നൊക്കെ പറയുന്നതൊക്കെ ശരിക്കും പറഞ്ഞാൽ ദുഃഖമാണ്. ഇതിനൊക്കെ സംസാര ദുഃഖം എന്ന പേര്. നമ്മൾ സുഖം എന്ന് പറയുമെങ്കിലും എല്ലാം യഥാർത്ഥത്തിൽ സംസാര ദുഃഖമാണ്. ഈ സംസാര ദുഃഖങ്ങളാണ് ഇതെല്ലാം ഒരു ബന്ധനമാണ്. അതെ, ലൗകിക ദുഃഖങ്ങളാണ്. ഈ ലൗകിക ദുഃഖങ്ങളുടെ സമുദ്രത്തിൽ മുഴുകിയിട്ട് ഞാൻ ചുറ്റിക്കറങ്ങുക. അങ്ങയുടെ ആ ഒരു മഹാമായയുടെ പ്രഭാവം കൊണ്ട് എനിക്ക് അങ്ങയുടെ പാതാരബിന്ദത്തെ കാണാൻ എനിക്കൊരു സൗഭാഗ്യം ഇന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ എൻ്റെ പാപങ്ങൾ ഒടുങ്ങാനായിട്ട് എനിക്ക് കിട്ടിയ ഒരു മഹാസൗഭാഗ്യമാണ് ഇത്. അതുകൊണ്ട് ലക്ഷ്മി വല്ലഭനായിരിക്കുന്ന, അല്ലയോ ലോകനാഥ, ലോകത്തെ ആകെ മോഹിപ്പിക്കുന്ന മഹാമായ, അതെന്നെ മോഹിപ്പിക്കാതെ രക്ഷിക്കണം. അല്ലയോ ദേവേശ്വര, അങ്ങയുടെ ഈ വിഷ്ണുരൂപം ഇതേപോലെ പറയണ്ടാര്, ദേവകി ദേവി ഇതേപോലെ പറയണം. കാരണം ശംഖചക്ര ഗതാപത്മധാരിയായിട്ടാണ് അവിടെ അവതരിക്കുന്നത്. അപ്പോ ഉപസംഹര വിശ്വാത്മൻ എന്ന് ദേവകി ദേവി പറയുന്നു ഭഗവാനോട്. ഈ രൂപം വേണ്ട, ഈ ശംഖചക്ര ഗതാപത്മധാരിയുടെ രൂപം ഉണ്ടല്ലോ, അത് വേണ്ട, അത് മറയ്ക്കൂ, മനുഷ്യനായിട്ട് സാധാരണ ഒരു രൂപം മതി. അതേപോലെ ഇവിടെയും പറയുന്നുണ്ട്, അത് ഈ അമ്മമാർക്ക് ദർശനം കൊടുക്കാൻ വേണ്ടിയാണല്ലോ അങ്ങനെ ഈ ശങ്കരരൂപിയായിട്ട് അവതരിക്കുന്നില്ല. അച്ഛനമ്മമാർ ഉദ്ദേശം അങ്ങനെ അല്ലല്ലോ. അല്ല അവർക്ക് ആദ്യം ബോധ്യപ്പെടുത്തണം ഞാൻ ഇന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ്. അപ്പോ കൗസല്യ ആവശ്യപ്പെടുന്നത് ഈ ഒരു രൂപം വേണ്ട, കേവലം അലൗകികം വൈഷ്ണവമായ രൂപം ദേവേശ മറയ്ക്കണം. മറ്റുള്ളവർ കാണും മുൻപേ ഈ ഒരു അലൗകികമായിട്ടുള്ള രൂപം മറയ്ക്കണം. ഒരു സാധാരണ രൂപം മതി. എനിക്ക് ഈ അലൗകികമായിട്ടുള്ള രൂപം വേണ്ട. അത് എത്രയും പെട്ടെന്ന് ഈ രൂപം ഒന്ന് മറയ്ക്കണം. ലാളിക്കാനും ആലിംഗനം ചെയ്യാനും പറ്റുന്ന ഒരു ബാലരൂപത്തെ എനിക്ക് കാണിച്ചു തരണം. പുത്രവാത്സല്യം എന്നുള്ള വ്യാജേന അങ്ങയുടെ നിനക്കുള്ള ഭക്തി കൊണ്ട് ഈ സംസാര സാഗരം താണ്ടാൻ എനിക്ക് സൗകര്യമുണ്ടാക്കി തരണം എന്ന് നമസ്കരിച്ചുകൊണ്ട് ആ കൗസല്യ ദേവി സ്തുതിച്ചു. അപ്പം തന്നെ ആ കൗസല്യയുടെ ആ സ്തുതി കേട്ട സമയത്ത് അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അപ്പോൾ തന്നെ പറഞ്ഞു, അമ്മേ മാതാവേ, ഭവതിക്കെന്തിഷ്ടമാകുന്നതെന്നാലേതും അന്തരമില്ല. ചിന്തിച്ചവണ്ണം വരും ദുർമതം വളർന്നൊരു രാവണൻ തന്നെ കൊന്ന് സമ്മോദം ലോകങ്ങൾക്ക് വരുത്തിക്കൊള്ളുവാൻ മുന്നം ബ്രഹ്മശങ്കര പ്രമുഖാമര പ്രവീരന്മാർ നിർമ്മല പദങ്ങളാൽ സ്തുതിച്ചു സേവിക്കയാൽ. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും വന്ന് സ്തുതിച്ച് അപേക്ഷിച്ചത് കൊണ്ട് ഞാൻ വന്നിരിക്കുകയാണ്. അതുകൊണ്ട് എല്ലാ പ്രയാസങ്ങളും തീർക്കും. മാനുഷ വേഷത്തോടു കൂടിയിട്ട് ഞാൻ ഭൂമിയിൽ വന്നതാണ്. എന്തിനു വേണ്ടി? എല്ലാ രാവണാദികളായിരിക്കുന്ന എല്ലാവരെയും നിഗ്രഹിച്ച്
ഭൂമിയുടെ ഭാരം തീർക്കാനായിട്ട് വന്നതാണ്. പിന്നെ നിങ്ങൾ പൂർവജന്മനി പുനരതു കാരണം ഇപ്പോളേവം ഭൂതകമായ വേഷത്തെ കാട്ടിത്തുന്നു. നിങ്ങൾ ഇതിനു മുൻപ് കഴിഞ്ഞ ജന്മത്തിൽ എന്നോട് അപേക്ഷിച്ചിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ വന്നതാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപം കാട്ടി തന്നത്. ഈ മുഴുവൻ ജന്മത്തിൽ ഞാൻ ഈ രൂപത്തിലല്ല, അതല്ല ഉദ്ദേശം. അതുകൊണ്ട് പിന്നെ പുത്രനായിട്ട് പിറക്കണമെന്ന് നിങ്ങൾ എന്നോട് അപേക്ഷിച്ചിരുന്നു കഴിഞ്ഞ ജന്മത്തിൽ. അതുകൊണ്ട് ഈ ദിവ്യരൂപം ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ. എന്നെ കാണാൻ കിട്ടുക വളരെ പ്രയാസമാണ്. കാണാൻ കഴിഞ്ഞാലോ അവർക്ക് മോക്ഷം ഉറപ്പാണ്. ഈ സ്വരൂപം കാണാൻ സാധിച്ചു കഴിഞ്ഞാൽ മോക്ഷം ഉറപ്പാണ്, ദർശനം കിട്ടുന്ന എല്ലാവർക്കും. അതെ, പിന്നീട് അവർക്ക് ഒരിക്കലും ജനന മരണാദി ദുഃഖങ്ങൾ ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ ഈ രൂപം ധ്യാനിച്ചോളൂ, നിത്യവും ധ്യാനിച്ചോളൂ. അതുകൊണ്ട് തന്നെ മോക്ഷം ലഭിക്കും എന്നുകൂടി അപേക്ഷിച്ചു, അവനെ അനുഗ്രഹിച്ചു. അതിനുശേഷം നമ്മൾ തമ്മിലുണ്ടായിട്ടുള്ള ഈ ഒരു സംഭാഷണം ഭക്തിപൂർവം ഈ കൗസല്യാസ്തുതി എന്ന ഭാഗം ആരാണോ വായിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ മതി, മരണവേളയിൽ എന്നെ സ്മരിക്കാൻ ഇടവരും. മരണവേളയിൽ സ്മരിച്ചാലോ അന്തേ നാരായണ സ്മൃതി, ഉറപ്പാണ് മോക്ഷം. അപ്പോ മരണാനന്തരം എന്നോട് ആ സാരൂപ്യം പ്രാപിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്നും അപ്പോൾ തന്നെ അനുഗ്രഹിച്ചു. യാതൊരു മർത്തനിഹ നമ്മിലെ സംവാദമിത് ആദരാൽ പഠിക്കതാൻ കേൾക്കതാൻ ചെയ്യുന്നതും സാധിക്കും അവന് സാരൂപ്യമെന്നറിഞ്ഞാലും ചേതസി മരിക്കുമ്പോൾ മസ്മരണയും ഉണ്ടാം. ഇത്തരം അരുൾ ചെയ്ത് ബാലഭാവത്തെ കൊണ്ട് പെട്ടെന്ന് ശംഖചക്ര കഥാപത്മധാരിയായിട്ടുള്ള ഭഗവാൻ മറഞ്ഞുപോയി. ബാലഭാവത്തിലേക്ക് മാറി ഒരു ശിശുവിൻ്റെ രൂപം കൊണ്ട് കൈകാല് കുടഞ്ഞ് കരയാൻ തുടങ്ങി. അങ്ങനെ ഇന്ദ്രനീല രത്നം പോലെ അഴകേറിയ ആ ഒരു ഭഗവാൻ, ദേവവർഗങ്ങളെ കൊണ്ട് വന്ദിക്കപ്പെടുന്ന ആ പരമാത്മാവ് അങ്ങനെ ഭൂമിയിൽ അവതരിച്ചു. പുത്രനുണ്ടായി എന്ന് കേട്ടപ്പോൾ തന്നെ ദശരഥന് വളരെ വളരെ സന്തോഷമായി. ജനന വാർത്ത അപ്പോൾ തന്നെ ഭൃത്യജനങ്ങളോട് പറഞ്ഞു, എല്ലാവരും അറിയിക്കാൻ പറഞ്ഞു. ആരാണോ വന്ന് ഈ വാർത്ത പറഞ്ഞത് അവർക്ക് ആദ്യ സമ്മാനം. വാർത്ത പറഞ്ഞവർക്കുണ്ടല്ലോ, അവർക്ക് ധാരാളം സ്വർണ്ണാഭരണങ്ങളൊക്കെ ദാനം ചെയ്തു. പിന്നെ വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഉണ്ണിയെ കണ്ടു. അത് കഴിഞ്ഞ് പോയിട്ട് കുളിച്ചു, ശുദ്ധിയായിട്ട് ഗുരുവിൻ്റെ നിർദ്ദേശപ്രകാരം ജാതകർമ്മം, പിന്നെ ജാതകർമാദികൾ പല 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 ദാനങ്ങളും ഒക്കെ ചെയ്തു. അടുത്ത ദിവസം കൈകേയിക്ക് ഒരു ഉണ്ണി ഉണ്ടായി. അതിൻ്റെ അടുത്ത ദിവസം സുമിത്രയ്ക്ക് 2 പേരുണ്ടായി. അങ്ങനെ 4 പുത്രന്മാർ എല്ലാവരും വളരെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അടുപ്പിച്ചടുപ്പിച്ചുള്ള 3 ദിവസങ്ങളായിട്ട് 4 പുത്രന്മാരുണ്ടായി എന്നവിടെ പറഞ്ഞു. അപ്പം ഈ കൗസല്യാസ്തുതി വരെയുള്ള ഈ ഭാഗം വളരെ മനോഹരമായി അങ്ങ് പറഞ്ഞു തന്നു. നന്ദി. നമസ്തേ.